ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ്. തമിഴ്നാടിൻ്റെ ക്ഷേത്ര നഗരമായ ചിദംബരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ നടരാജ ക്ഷേത്രം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ കരുത്തുറ്റ ശിവക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നടരാജ വിഗ്രഹത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിക്കപ്പെടുന്ന തില്ലൈ നടരാജ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ചിദംബരത്തിൻ്റെ ആത്മാവാണ് തില്ലൈ നടരാജ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കഡ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം പുരാതനമായ ക്ഷേത്രങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസിദ്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വിശ്വാസികൾ കരുതുന്ന ചിദംബര ക്ഷേത്രം എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രം ഭൂമിയുടെ കാന്തിക രേഖയുടെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നടരാജ ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുമ്പോഴും തില്ലൈ നടരാജ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. ഒരു കാലത്ത് തില്ലൈ മരങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കാടായിരുന്നു അത്രേ ഇന്നത്തെ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം. പതഞ്ജലി മഹർഷിയിൽ നിന്നും ചിദംബരം രഹസ്യം അറിഞ്ഞതിനു ശേഷമാണ് വിശ്വകർമാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. കലയും ആത്മീയവും നിർവചിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ്രാവിഡ ശൈലിയിൽ ആണ് ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായുള്ള നിർമ്മിതി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട്. അത്തരമൊരു ഐതിഹ്യം അനുസരിച്ച് രണ്ട് മുനിമാർ, അതായത് പതഞ്ജലിയും വയാഗ്രബാധയും തപസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി അവർക്ക് മുന്നിൽ ശിവൻ ചിദംബരത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പാർവതി ദേവിക്കും തൻ്റെ 3000 ഭൂതഗണങ്ങൾക്കുമൊപ്പമാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് തൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നീ 5 കഴിവുകൾ കാണിക്കുവാനായി ശിവൻ ആനന്ദ താണ്ഡവ നൃത്തം ഇവർക്ക് മുന്നിൽ ആടുകയാണ്. പിന്നീട് തൻ്റെ ഭൂതഗണങ്ങളോട് ഇവിടെ തന്നെ വാസമായി തിരഞ്ഞെടുക്കുവാനും നടരാജനായി തന്നെ ആരാധിക്കുവാനും പാർവതി ദേവിയെ ശിവകാമി സുന്ദരിയായും ഒപ്പം ആരാധിക്കുവാനും ആവശ്യപ്പെടുന്നു. ഇന്ന് ക്ഷേത്രത്തിലുള്ള ദീക്ഷിതന്മാരിൽ ഈ ഭൂതഗണങ്ങളും പിൻഗാമികളുമാണെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. മറ്റുള്ള മഹാക്ഷേത്രങ്ങളെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്തും ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ടാണ് പുറത്തെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈവ വിശ്വാസം അനുസരിച്ച് ഏറെ സവിശേഷതകൾ ചിദംബരം നടരാജ ക്ഷേത്രത്തിനുണ്ട്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ചിത് എന്നാൽ അറിവ് എന്നും ജ്ഞാനം എന്നും, അമ്പരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥം. ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഇല്ല എന്നുള്ളത്. അത്തരത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ ഇല്ലാത്ത ഒരു ശിവക്ഷേത്രം എന്ന ഖ്യാതി കൂടി ഈ ചിദംബര ക്ഷേത്രത്തിനുണ്ട്. ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. ഇത് ചിദംബര രഹസ്യം എന്ന് അറിയപ്പെടുന്നു. നടരാജ വിഗ്രഹത്തിന് അടുത്തായിട്ടാണ് ചിദംബര രഹസ്യം. തിരശീല കൊണ്ട് മറച്ച നിലയിലാണ് അതുള്ളത്. തിരശീല മാറ്റുമ്പോൾ കൂവളമാലയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സർവ്വവ്യാപിയായ ഈശ്വരനെ ശൂന്യനായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. എവിടെയും ദൈവമുണ്ട് എന്ന സങ്കല്പത്തിൻ്റെ പുറത്താണ് ശൂന്യമായ സ്ഥലത്ത് കൂവളമാല ചാർത്തപ്പെടുന്നത്. ഇവിടെ 3 രൂപങ്ങളിലായാണ് ശിവനെ ദർശിക്കാൻ സാധിക്കുന്നത്. രൂപം, രൂപാരൂപം, അരൂപം എന്നീ 3 ദർശനങ്ങളാണ് നൽകുന്നത്. നടരാജമൂർത്തിയെ ദർശിക്കുന്നതാണ് രൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന സ്ഫടികലിംഗത്തെ ദർശിക്കുന്നതാണ് രൂപാരൂപം എന്ന് പറയുന്നത്. അതേസമയം ശൂന്യതയെ ആരാധിക്കുന്ന ചിദംബരം രഹസ്യത്തിലെ രഹസ്യമാണ് അരൂപം എന്ന് അറിയപ്പെടുന്നത്. സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ചിദംബരം ക്ഷേത്രത്തിൻ്റെ ദർശനം തെക്ക് ദിശയിലേക്കാണുള്ളത്. ക്ഷേത്ര വിശ്വാസം അനുസരിച്ച് കാലനെ അഥവാ മരണത്തെ ജയിച്ചവനായിട്ടാണ് ഇവിടുത്തെ ശിവൻ ഉള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണ കൊടിമരവും തെക്കേ നടയിലാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നൃത്തവുമായി ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇവിടെ ശിവന്റെ ആനന്ദ നടനത്തിലുള്ള നടരാജ മൂർത്തിഭാവത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 108 നാട്യഭാവങ്ങളുടെ ശില്പങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നാട്യാഞ്ജലി നൃത്തോത്സവമാണ്. എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ ഇവിടെ നാട്യാഞ്ജലി നൃത്തോത്സവം നടക്കുന്നു. നടരാജമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ നൃത്തം ചെയ്താൽ മതി എന്നാണ് വിശ്വാസം. ഇന്നും ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് ക്ഷേത്രത്തിന് നിർമ്മിതി. 40 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 രാജഗോപുരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. 5 ചുറ്റമ്പലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. രാജസഭ, നൃത്തസഭ, ദേവസഭ, കനകസഭ, ചിത് സഭ എന്നിവയാണ് അവ. ഇതിൽ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിത് സഭയിലാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 10 മണി വരെയാണ്. ഇതൊക്കെയാണ് ചിദംബരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ടാക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ.